നമസ്കാരം. ഇന്ത്യയിലെ വോട്ടെണ്ണൽ പ്രക്രിയയെ പ്രകീർത്തിച്ചും അമേരിക്കയിലെ പ്രത്യേകിച്ചും കാലിഫോർണിയയിലെ ദൈർഘ്യമേറിയ വോട്ടെണ്ണൽ പ്രക്രിയയെ പരിഹസിച്ചും ടെസ്ല സിഇഒ ഇലോൺ മസ്ക് എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് മസ്കിന്റെ താരതമ്യം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യ ഒറ്റ ദിവസം കൊണ്ട് 64 കോടി വോട്ടുകൾ എണ്ണിയെന്നും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കാലിഫോർണിയ ഇപ്പോഴും വോട്ടുകൾ എണ്ണുകയാണെന്നും മസ്ക് പരിഹസിച്ചു. നവംബർ 5 വോട്ടെടുപ്പ് കഴിഞ്ഞ് 20 ദിവസമായിട്ടും കാലിഫോർണിയയിൽ വോട്ടെണ്ണൽ പൂർത്തിയായിട്ടില്ല. ഇന്ത്യ എങ്ങനെ ഒരു ദിവസം കൊണ്ട് 640 ദശലക്ഷം വോട്ടുകൾ എണ്ണി എന്നുള്ള മാധ്യമ വാർത്ത പങ്കുവച്ചായിരുന്നു മസ്കിന്റെ വിമർശനം. ഇന്ത്യ ഒരൊറ്റ ദിവസം 640 ദശലക്ഷം വോട്ടുകൾ എണ്ണി, കാലിഫോർണിയ ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ എന്നാണ് മസ്കിന്റെ ട്വീറ്റ്. കാലിഫോർണിയയിൽ 98% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ എങ്ങനെയാണ് 64 കോടി വോട്ടുകൾ ഒരു ദിവസം കൊണ്ട് എണ്ണിയതെന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു മാധ്യമ വാർത്ത പങ്കുവച്ചുകൂടിയാണ് മസ്കിന്റെ പോസ്റ്റ്. ഈ വർഷം ആദ്യമാണ് ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 90 കോടി വോട്ടർമാരുള്ള രാജ്യത്ത് 64.2 കോടി ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഒരു ദിവസത്തിനുള്ളിലാണ് ഇന്ത്യ ഫലം പ്രഖ്യാപിച്ചത്. വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് കമല ഹാരിസിനെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 58.6% വോട്ടുകളാണ് കാലിഫോർണിയയിൽ കമലയ്ക്ക് ലഭിച്ചത്. ഡൊണാൾഡ് ട്രംപിന് 38.2% വോട്ടും. 39 ദശലക്ഷം താമസക്കാരുള്ള യുഎസിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള യുഎസ് സംസ്ഥാനമാണ് കാലിഫോർണിയ. പ്രധാനമായും ഇമെയിൽ മാർഗമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിനാൽ തന്നെ വോട്ട് എണ്ണുന്നതിനും കാലതാമസം ഉണ്ടാവുന്നു. കൂടാതെ ഡിസംബർ 1 വരെ വോട്ടർമാർക്ക് വോട്ടിങ്ങിനിടെ വരുത്തിയ തെറ്റുകൾ തിരുത്താനുള്ള അവസരവുമുണ്ട്. കാലിഫോർണിയയിൽ നിന്നുള്ള ഫലം പുറത്തു വരാനുണ്ടെങ്കിലും യുഎസിന്റെ അടുത്ത പ്രസിഡന്റായി ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. ജയിക്കാൻ വേണ്ട 270 ഇലക്ട്രൽ വോട്ടുകൾ അദ്ദേഹം നേടി. 280 ഇലക്ട്രൽ വോട്ടുകളാണ് ട്രംപ് ഇതുവരെ നേടിയത്. 4 വർഷത്തിന് ശേഷമാണ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിന്റെ പടി ചവിട്ടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയത്തിനടുത്ത് എത്തിയെങ്കിലും ജോ ബൈഡനോട് പരാജയപ്പെടുകയായിരുന്നു. അധികാരത്തിലെത്തുന്നതോടെ 127 വർഷത്തിന് ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന വ്യക്തി എന്ന പദവിയും ട്രംപിനെ തേടിയെത്തും. 2000 മുതൽ ഇന്ത്യ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. കൃത്യമായ വോട്ടെണ്ണൽ ഉറപ്പാക്കാൻ ഇതുവഴി സാധിക്കുന്നു. വോട്ടർ വെരിഫൈബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ വഴി സുതാര്യത ഉറപ്പാക്കാനാകുന്നു. ചെയ്യുന്ന ഓരോ വോട്ടിന്റെയും പേപ്പർ സ്ലിപ്പ് നിർമ്മിക്കാൻ വിവിപാറ്റ് സംവിധാനത്തിലൂടെയും സാധിക്കും. പരിശോധനകൾക്കായി ഇത് ഉപയോഗിക്കാനാവും. കൂടാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ 543 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒരേ സമയം വോട്ടെണ്ണൽ നടക്കും. സുപ്രീം കോടതി മാർഗനിർദ്ദേശം അനുസരിച്ച് ഇവിഎം വോട്ടുകൾ എണ്ണുന്നതിന് മുമ്പ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. റിട്ടേണിംഗ് ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സ്ഥലങ്ങളിൽ വോട്ടുകൾ എണ്ണുകയും ഓരോ റൗണ്ടിന് ശേഷം ഫലങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പോലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 90 ദശലക്ഷം വോട്ടുകൾ എണ്ണാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. കാലിഫോർണിയയുടെ 4 ഇരട്ടി ജനസംഖ്യയുണ്ട് മഹാരാഷ്ട്രയിൽ. യുഎസ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിന് പ്രത്യേകിച്ചും കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങളിൽ ആഴ്ചകളോളം എടുക്കാറുണ്ട്. യുഎസിൽ ഏറ്റവും അധികം ജനങ്ങളുള്ള സംസ്ഥാനമാണ് കാലിഫോർണിയ. നവംബർ 5 വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും ഇവിടെ ഇനി 3 ലക്ഷം ബാലറ്റുകൾ എണ്ണാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കാലതാമസത്തിനെതിരെ വിമർശനവും ശക്തമാണ്. കാലിഫോർണിയയിലെ മെയിൽ വോട്ടുകൾ എണ്ണാൻ കൂടുതൽ സമയം ആവശ്യമാണ്. ബാലറ്റ് കവറിലെ ഒപ്പുകൾ സ്ഥിരീകരിക്കുക, ബാലറ്റുകൾ തുറന്ന് പരിശോധിക്കുക, ക്രമീകരിക്കുക തുടങ്ങിയ പ്രക്രിയയെല്ലാം ആവശ്യമാണ്. ഇന്ത്യയിലെ കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പ് കമ്മീഷന് പകരം സ്വന്തമായ നിയമങ്ങളിലും സംവിധാനങ്ങളിലും പ്രവർത്തിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഓഫീസുകളാണ് യുഎസിലെ വോട്ടെണ്ണലിന് മേൽനോട്ടം വഹിക്കുന്നത്.